ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ നെയ്യടയാണ്. കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. നമുക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതേ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് അല്പം പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടിച്ചെടുക്കുക. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതുപോലൊരു കേക്ക് ടിന്നെടുത്ത് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുട്ട അടിച്ചെടുക്കുമ്പോൾ അതിൽ ഏലക്കായ കൂടി ചേർക്കണം. ഇനി ഇഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ലെയർ മൈദയുടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ഒരു 30-20 സെക്കൻഡൊക്കെ എടുത്ത് അത്രയും മതി. അപ്പോഴത്തേന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ച മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര കട്ടിയിൽ വേണോ അത്രയും ലെയറാക്കി എടുക്കാവേ ഇത്. അപ്പം മുട്ടയുടെയൊക്കെ അളവ് കൂട്ടിയാൽ മതി, മൈദപ്പൊടിയുടെയൊക്കെ അളവ്. പിന്നെ മധുരം ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി അങ്ങനെ മുട്ടയുടെ ഇതും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടും മുട്ടയും മൈദയായിട്ട് ഇടകലർത്തി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഇതേപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് അടുത്ത മുട്ടയുടെ ലെയർ ഒഴിച്ച് ഇനി അതും വെന്ത് വന്ന് അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് മൈദയുടെ ഫുള്ളായിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ബദാമാണ് ഇട്ടേ, കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ബദാമും കറുത്ത മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അത് അടച്ച് വെക്കുക. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, കണ്ടില്ലേ. ഇനി കട്ട് ചെയ്യുക. കണ്ടല്ലോ, കട്ട് ചെയ്തപ്പോൾ ലെയർ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാനും സൂപ്പറാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലൊരിതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.